إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ويذكر اسم الله في أيام معلومات ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പുലർത്തി തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പുണ്യകരമായ ചില സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട ഒരു മാസത്തിലെ ഏറെ പുണ്യം നിറഞ്ഞ പ്രതിഫലാർഹമായ സമയമാണ് ഈ ദിവസങ്ങളൊക്കെ തന്നെ. ലോകത്തെ ജനങ്ങളൊന്നടങ്കം മക്കയിലും കഅബയിലേക്കുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് കഅബാലയത്തിൽ ചെന്ന് ഉംറയും ഹജ്ജുമൊക്കെ നിർവഹിക്കാൻ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പുണ്യഭൂമിയിലെത്തി മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയുമൊക്കെ നിർവഹിക്കാൻ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കുമൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി യാത്ര പുറപ്പെടാനിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം അല്ലാഹു മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയുമൊക്കെ നിർവഹിച്ച് തിരിച്ചു വരാനുള്ള അപാരമായ സൗഭാഗ്യവും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മളെപ്പോഴും ഏതൊരു കാര്യം തിരഞ്ഞെടുക്കുമ്പോഴും അത് ഏറ്റവും നല്ലതാകണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കും. നമ്മളൊരു വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, നല്ല കമ്പനിയുടേത്, ഒന്നുകൂടി ഈട് നിൽക്കുന്നത്, കുറ്റമറ്റ രീതിയിലുള്ള വസ്തുക്കളൊക്കെ ആകണമെന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ആ വസ്തു നേടിയെടുക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു നല്ല സാധനം വാങ്ങണമെന്ന നിലക്ക് ഒരു ഉത്തമമായത് ലഭിക്കാൻ വേണ്ടി അല്പമൊക്കെ പ്രയാസം സഹിക്കാനൊക്കെ മനുഷ്യർ റെഡിയാകും. വില കൂടിയാലും ശരി, കുറച്ച് ദൂരം പോകേണ്ടി വന്നാലും ശരി, അല്പസമയം കാത്തിരിക്കേണ്ടി വന്നാലുമൊക്കെ ശരി, നമ്മൾ അതിനു വേണ്ടി അല്പം സഹിക്കാനൊക്കെ തയ്യാറാകും. എന്തുകൊണ്ടാണ്? നല്ലത്, അഫ്ളലായതിനെ നമ്മൾ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്നു എന്നതുകൊണ്ടാണ്. ദീനിന്റെ വിഷയത്തിലായാലും അത്തരത്തിലൊരു ശ്രദ്ധ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് വളരെ പ്രധാനമാണ്. ഒരു കാര്യം ദീനിൽ എപ്പോഴാണ് അഫ്ളലാവുക, ശ്രേഷ്ഠമാവുക,
അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠത നൽകിയതാകണം എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ചില മാസങ്ങളെ സംബന്ധിച്ചിടത്തോളം, ചില ദിവസങ്ങളെ സംബന്ധിച്ചിടത്തോളം, ചില സ്ഥലങ്ങളെ സംബന്ധിച്ചിടത്തോളം, ചില സമയങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ പുണ്യവും പവിത്രതയും ഒക്കെ നൽകിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. മാസങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയതാണ് ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ 4 ഹുറും. 4 മാസങ്ങളെ അല്ലാഹു തആല പവിത്രമായ മാസങ്ങളാക്കിയിരിക്കുന്നു. 12 മാസങ്ങളാണ് ഒരു വർഷത്തിൽ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ കൂടെ 12 മാസങ്ങളാക്കിയിട്ടാണ് നമുക്ക് സമയവും മാസവും ഒക്കെയായി നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അതിൽ 4 മാസങ്ങളേറെ പ്രധാനപ്പെട്ടതും പുണ്യമായതുമാണ് എന്ന് ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അസ്സനത്തു 12 ശഹ്റൻ മിൻഹാ 4 ഹുറും സലാസത്തുൻ മുതവാലിയാത്ത്. റസൂൽ പറയാണ് 3 തുടർന്നു വരുന്ന മാസങ്ങളാണ് ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറമും ഒക്കെ. വറജബ് മുദർ അല്ലദീ ബൈന ജുമാദ വ ശഅബാൻ. മറ്റൊന്ന് റജബിനെ കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. ഈ 4 മാസങ്ങൾ ഏറെ പുണ്യമാക്കപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത്തരം പുണ്യമാസത്തിലാണ് നമ്മൾ ഉള്ളത്. ഹജ്ജിന്റെ യാത്രയുമായിട്ടായി ബന്ധപ്പെട്ട മാസങ്ങളാണ് ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറമും ഒക്കെ പറയുന്നത്. ഈ 3 മാസങ്ങൾ ഹജ്ജുമായി അങ്ങേയറ്റം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഹജ്ജിന് പുറപ്പെടാൻ ഒരുങ്ങുകയും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും യാത്രയും ഒക്കെ തയ്യാറെടുത്ത് മുന്നോട്ട് പോകുന്നത് ദുൽഖഅദ മാസത്തിലായിരിക്കും. ദുൽഹിജ്ജയോടുകൂടി ഹജ്ജിന്റെ കർമ്മങ്ങൾ നടക്കുന്ന മാസങ്ങളായി. മുഹറം ആവുമ്പോഴേക്കും ഹാജിമാരൊക്കെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന സന്ദർഭമാണ്. ഇതിൽ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ ദിനരാത്രങ്ങളാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ സംബന്ധിച്ചിടത്തോളം അഫ്ളലു അയ്യാമുദ് ദുനിയ അയ്യാമുൽ അശ്ർ. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 1 മുതൽ 10 ദിവസങ്ങൾ ഏറെ പവിത്രമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വൽ ഫജ്ർ വലയാലിൻ അശ്ർ. സൂറത്തുൽ ഫജ്റിലെ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞെടുത്ത് അൽ മുറാദു ബിഹാ അശ്റ ദുൽഹിജ്ജ, അത് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം എന്ന് പറയുന്നത്. മറ്റഭിപ്രായങ്ങളുമൊക്കെ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹറം മാസത്തിലെ ആദ്യത്തെ 10 എന്നും അതുപോലെ തന്നെ പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 എന്നൊക്കെ മുഫസ്സിറുകൾ ഈ ദിവസങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൂടുതൽ പേരും അഭിപ്രായപ്പെട്ടത് ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ് എന്നാണ്. ഈ ദിവസങ്ങളിൽ എണ്ണപ്പെട്ട അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി എന്ന് ഖുർആൻ സൂറത്തുൽ ഹജ്ജിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ചില ദിവസങ്ങളെ, ചില സ്ഥലങ്ങളെ, ചില മാസങ്ങളെ, ചില സമയങ്ങളെ ഒക്കെ അള്ളാഹു തആല പ്രത്യേകം പുണ്യമാക്കിയിരിക്കുന്നു. അത് നമ്മൾക്ക് അള്ളാഹുമായി ഏറ്റവും അടുക്കാനുള്ള അവസരമാണ് എന്ന് മനസ്സിലാക്കി ഈ ദിവസങ്ങളെയൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ്. ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൽ അമലു ഫി അയ്യാമിൽ അശ്രി അഫ്ളല മിനൽ അമലി ഫി ഹാദിഹി ഖാലു വലൽ ജിഹാദ്. റസൂൽ അങ്ങനെ ഏറ്റവും നല്ല അമലിന്റെ സമയം ഈ ദുൽഹിജ്ജ മാസത്തിലെ ഈ ദിവസങ്ങൾക്ക് ഉണ്ട്, വലിയ പ്രതിഫലമുണ്ട് എന്നൊക്കെ പരിചയപ്പെടുത്തിയപ്പോൾ സഹാബത്ത് ചോദിച്ചു, വലൽ ജിഹാദ്, ജിഹാദിനേക്കാളും പുണ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദ്, ചില സന്ദർഭങ്ങളിൽ ജിഹാദിനേക്കാളും അതിന് പ്രതിഫലമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസത്തെ 1-2-3 ദിവസം നമ്മൾ പിന്നിട്ടെങ്കിലും വരുന്ന ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പരമാവധി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇത്രമേൽ പുണ്യം ഉണ്ട് എന്ന് പറയപ്പെടുന്നത്? ഇമാം ബുഖാരി റഹ്മഹുല്ലാ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഹദീസിൽ കാണാൻ പറ്റും. ഇജ്തിമാഉ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീഹി വഹിയ സ്വലാത്ത് വസ്സിയാമു വസ്സദഖത്തു വൽ ഹജ്ജ് വലാ ബിതഅത്താ ദാലിക ഫീ ഗൈരിഹി. ഈ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ ദിവസങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഹദീസുകളിൽ വിശദീകരിച്ച കാര്യങ്ങൾ ബുഖാരിയിലെ ഹദീസിനെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഫതുഹുൽ ബാരി പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയും. ഉമ്മഹാത്തുൽ ഇബാദത്ത്, ഇബാദത്തുകളിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ, അതായത് സ്വലാത്ത്,
നമസ്കാരം, സുയാമ്, നോമ്പ്, സദക്ക അല്ലെങ്കിൽ സക്കാത്ത്, അൽ ഹജ്ജ്, ഹജ്ജുമൊക്കെ ഒരുമിച്ച് ചേർന്ന് വരുന്ന സന്ദർഭങ്ങളാണ് ഈ ദിവസങ്ങളിലുള്ളത് എന്നതുകൊണ്ടായിരിക്കാം ആ പ്രതിഫലം നിശ്ചയിക്കപ്പെട്ടത് എന്ന് മുഹദ്ദിസുകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ നമസ്കാരം 5 നേരത്തെ ഫർളാവട്ടെ, അതുപോലെ തന്നെ ഈ സന്ദർഭത്തിൽ സദക്കയും സക്കാത്തും ഒക്കെ കൊടുക്കാൻ പറ്റിയ സന്ദർഭങ്ങളാണ്. അതുപോലെ അറഫയുടെ നോമ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹജ്ജും ഉംറയും ഒക്കെ നിർവഹിക്കുന്ന സമയമാണ്. അങ്ങനെ ഈ പ്രധാനപ്പെട്ട ഇബാദത്തുകളൊക്കെ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഇബാദത്തുകൾ ചേർന്ന് വരുന്നത് കൊണ്ട് ഈ ദിവസങ്ങൾക്ക് ഏറെ പുണ്യമുണ്ട് എന്ന നിലക്ക് പരിചയപ്പെടുത്തുന്നു നമുക്ക് കാണാൻ കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങളിൽ എന്താ ചെയ്യാൻ പറ്റുക? പുണ്യങ്ങൾ ചെയ്യാം, നന്മകൾ വർദ്ധിപ്പിക്കാം, ധാരാളം സുന്നത്തായ കർമ്മങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, സ്വതക്കകൾ വർദ്ധിപ്പിക്കാം, ദിക്റുകൾ വർദ്ധിപ്പിക്കാം. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന സമയമാണ്. അൽ ഉംറത്തു ഇലൽ ഉംറ കഫാറത്തുൽ ലിമാ ബൈനഹുമാ വൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഒരു ഉംറയിൽ നിന്ന് മറ്റൊരു ഉംറ എന്ന് പറഞ്ഞാൽ അതിനിടയിലുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരുന്നു എന്നാണ്. ഉംറ നിർവഹിക്കേണ്ടത് ഉംറ നിർവഹിക്കാം. വൽ ഹജ്ജുൽ മബ്റൂർ, പുണ്യമാക്കപ്പെട്ട ഒരു ഹജ്ജ് നിർവഹിച്ചാൽ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, അയാൾക്ക് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലമില്ല എന്ന് പറഞ്ഞ സ്വർഗം ഉറപ്പാണ് ആ പ്രവർത്തനത്തിന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമസ്കാരം, പരലോകത്ത് ആദ്യമായി വിചാരണ ചെയ്യുന്നത് നമ്മുടെ ഫർള് നമസ്കാരങ്ങളാണ്. ഫർള് നമസ്കാരങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കപ്പെടുന്നത് നമ്മുടെ സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ടാണ്. അപ്പോ ഫർള് നമസ്കാരങ്ങൾക്ക് പുറമേയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, അല്ലാത്ത തരത്തിലുള്ള സുന്നത്തായ കർമ്മങ്ങളൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ അധികരിപ്പിക്കാൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ദുൽഹിജ്ജ ഈ സമയത്തെ 9 നോമ്പ്, അറഫയുടെ നോമ്പ് വളരെ പ്രധാനപ്പെട്ട പുണ്യപ്പെട്ട ഒരു കർമ്മമാണ്. ആ നോമ്പുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ദിക്റുകളെ സംബന്ധിച്ചിടത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അഅലമ ഇൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ ഫഅക്സിറു ഫീഹിന്ന മിനത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ ഈ 10 ദിനങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള മറ്റു ദിനമോ അതിൽ നിർവഹിക്കുന്ന കർമ്മത്തെക്കാൾ ഉത്തമമായ കർമ്മമോ ഇല്ല എന്ന് ഇമാം അഹ്മദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അതിൽ ഫഅക്സിറു ഫീഹിന്ന മിനത് തഹ്ലീൽ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കുക, വതക്ബീർ, തക്ബീറുകൾ അല്ലാഹു അക്ബർ വർദ്ധിപ്പിക്കുക, വതഹ്മീദ്, അൽഹംദുലില്ലാഹ് എന്ന് നിങ്ങൾ അല്ലാഹുവിനെ സ്തുതി വർദ്ധിപ്പിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ തൗബ പറഞ്ഞ് ഇസ്തിഗ്ഫാർ ചൊല്ലി അള്ളാഹുവിന്റെ അടുക്കൽ സമർപ്പിച്ച് അതൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന നല്ല സന്ദർഭമാണ് ഈ ദുൽഹിജ്ജയുടെ ദിവസങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ചെറുതും വലുതുമായ രീതിയിലൊക്കെ പലതരത്തിലുള്ള സദക്കകൾ, സഹായങ്ങൾ, പാവപ്പെട്ടവർക്ക് ആശ്വാസമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂൽ പറഞ്ഞു, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹി തൽഖിൻ. നിങ്ങൾ നന്മകളിൽ നിന്ന്, ചെറുത് വലുതെന്നൊന്നുമില്ല, വളരെ നിസ്സാരമാണ് എന്ന് തോന്നുന്നത് പോലും നിങ്ങളെ ഉപേക്ഷിക്കരുത്, അതിനെ കുറവാക്കി കളയരുത്, നിസ്സാരവൽക്കരിച്ച് നന്മകൾ നഷ്ടപ്പെടുത്തരുത്. നമ്മൾ രാവിലെ എണീറ്റത് മുതൽ കിടന്നുറങ്ങുന്നത് വരെ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ, സൂക്ഷ്മത പാലിച്ചാൽ ഒരുപാട് പുണ്യം കരഗതമാക്കാൻ കഴിയും. എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ നോക്കി ഒന്ന് പുഞ്ചിരിച്ചാൽ പോലും അതൊരു സ്വതക്കയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. പുഞ്ചിരിയെ പറ്റി ധാരാളം ഗവേഷണങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് നൽകുന്ന പോസിറ്റീവ് എനർജിയെ കുറിച്ച്, മറ്റുള്ളവർക്ക് സമ്മാനിക്കുന്ന സന്തോഷങ്ങളെ കുറിച്ച്, ജീവിതത്തിൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആനന്ദത്തെക്കുറിച്ചൊക്കെ ഭൗതികമായ തന്നെ എത്രയോ ഗുണവിശേഷണങ്ങൾ പുഞ്ചിരിയെ പറ്റി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പരസ്പര സാഹോദര്യം, സ്നേഹബന്ധം, പരസ്പരം കാണുമ്പോഴുള്ള സൗഹൃദം, അവരുടെ സംഭാഷണങ്ങൾ, സ്നേഹത്തോടെയുള്ള സംസാരം, അവരോടുള്ള പുഞ്ചിരി പോലും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നിലക്ക് ധാരാളം പുണ്യകർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും. നന്നായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ആ നിലക്ക് ഈ ദിവസങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ പാപങ്ങൾക്ക് കുറവ് വരും, നമ്മുടെ ഈമാനിന്റെ ദറജകൾ വർദ്ധിപ്പിക്കാൻ കഴിയും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് വലിയ പ്രതിഫലം ലഭിക്കുന്ന ആളുകളായി നമുക്ക് മാറാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ.